2008 മെയ് 15-നാണ് നോയിഡയിലെ വീട്ടിൽ ആരുഷിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടക്കത്തിൽ കൊലപാതകിയെന്ന് സംശയിച്ച ഹേംരാജിന്റെ മൃതദേഹം തൊട്ടടുത്ത ദിവസം വീട്ടിലെ ടെറസിലും കണ്ടെത്തി. കൊലപാതകം നടക്കുന്ന രാത്രി ആരുഷിയും മാതാപിതാക്കളും ഹേംരാജും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടന്നതിനും തെളിവുകളില്ല. അരുതാത്ത സാഹചര്യത്തിൽ ആരുഷിയെയും ഹേംരാജിനെയും കണ്ട പ്രകോപനത്തിൽ മാതാപിതാക്കൾ കൊല നടത്തിയെന്നാണ് CBI കുറ്റപത്രത്തിൽ ആരോപിച്ചത്. ഇത് അംഗീകരിച്ചാണ് ആരുഷിയുടെ മാതാപിതാക്കൾ കുറ്റക്കാരാണെന്ന വിധി കോടതി പുറപ്പെടുവിച്ചത്. ഇതിനു പുറമെ തെളിവ് നശിപ്പിക്കൽ, അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഇവർക്കെതിരെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ. അതേസമയം കുറ്റക്കാരാണെന്ന കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തൽവാർ ദമ്പതികളുടെ അഭിഭാഷകർ അറിയിച്ചു. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും വിധി അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്നാണ് തൽവാർ ദമ്പതികളുടെ പ്രതികരണം. നിരവധി വഴിത്തിരിവുകൾക്കും വിചിത്രമായ സംഭവവികാസങ്ങൾക്കും ശേഷമാണ് ആരുഷി വധക്കേസിലെ ശിക്ഷാവിധി ഇന്ന് നടക്കുന്നത്. തൽവാർ ദമ്പതികൾക്കെതിരെ സാഹചര്യ തെളിവുകൾക്ക് പുറമെ മറ്റു തെളിവുകൾ ഇല്ലാത്തതിനാൽ 2010-ൽ CBI കേസന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇവർ നൽകിയ പുനരന്വേഷണ ഹർജി തള്ളി നിലവിലുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്താൻ നോയിഡ ജില്ലാ കോടതി ഉത്തരവിടുകയായിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ കേസിലെ വിചാരണ നടന്നതും വിധി ഉണ്ടായിരിക്കുന്നതും. മീഡിയ 1 ഡൽഹി.